ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചാമ്പങ്ങ അച്ചാർ ഇടുന്ന വീഡിയോ ആണ്. നമ്മൾക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ നിന്നാണ് ഈ ചാമ്പങ്ങ കിട്ടിയത്, നമ്മുടെ ഓണറിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ ഉണ്ടായപ്പോൾ ഞങ്ങളൊരു ഐഡിയ തോന്നിയതാണ് എന്നാൽ അച്ചാർ ഇട്ടേക്കാന്നുള്ളത്. അങ്ങനെ കുറച്ച് ചാമ്പങ്ങ മരത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ചാമ്പങ്ങ ഉണ്ടായിരുന്നു മരത്തിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വലിയ ചാമ്പങ്ങയായിരുന്നു, അതുകൊണ്ട് 4 ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചാമ്പങ്ങയെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്, ഈ ചാമ്പങ്ങ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണ് പിന്നെ അച്ചാറിൻ്റെ പരിപാടികളൊക്കെ നോക്കുന്നത്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ അരിഞ്ഞു വെച്ച ചാമ്പങ്ങയെല്ലാം പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ എന്നിട്ടത് മൂടി വെച്ചിട്ടാണ് വേവിച്ചത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് വേവിച്ച് വെച്ചത്. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ചാമ്പങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം പാൻ വെച്ചിട്ട് ഒന്നും കൂടെ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് സാധാരണ അച്ചാർ എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ തന്നെ ചെയ്തത്. അതിനകത്തേക്ക് കടുകും, ഇപ്പം അതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെന്ന് വെച്ചാൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണുള്ളത്. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. കടുകും ഉലുവയും അങ്ങനെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഞ്ചി ചതച്ചതിടാം. ഇഞ്ചി ചതച്ചത് ജസ്റ്റ് ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ആഡ് ചെയ്യാം. വെളുത്തുള്ളി അങ്ങനെ ചെറിയ പീസുകളായിട്ടാണ് ഞാനെല്ലാം ആഡ് ചെയ്യുന്നത്. അത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില ഫ്രഷ് അല്ലായിരുന്നു, വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു. അത് ഫ്രിഡ്ജിനകത്തിരുന്നതാണ്, അതാ കുറച്ച് വാടിയ പോലെ തോന്നുന്നു. പിന്നെ പച്ചമുളകും ചെറുതായിട്ടരിഞ്ഞ് 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ ഇത് ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കണം. അല്ലാതെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരൊക്കെ ഫ്ലെയിം ഓൺ ചെയ്ത് തന്നെ ചെയ്യാറുണ്ട്. എനിക്കത്ര കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടത് തിളപ്പിച്ചിട്ട് പിന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചാമ്പങ്ങ അതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അങ്ങനെ നമ്മുടെ ചാമ്പങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഇടണം. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.